ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. ഇൻകോ എന്ന കമ്പനിയുടെ ഒരു ബ്ലോവറാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളായിട്ട്. ഇതിൻ്റെ മുകളിൽ നോക്കാം നമുക്ക്. 800 വാട്ട്സ് ഉള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണിത്. എന്തായാലും ഇത് തുറന്നു നോക്കാം, ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്, മോട്ടർ ഉൾപ്പെടുന്ന അതിൻ്റെ മെയിൻ യൂണിറ്റാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇൻകോൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം. പിന്നെ ഇവിടെ ഒരു കൺട്രോളിങ് സ്വിച്ച് ഉണ്ട്. ഇവിടെ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇൻകോൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെയും കാണാം ഇൻകോൻ്റെ ബ്രാൻഡിങ്, ഒപ്പം എത്ര വാട്ട്സ് ആണെന്നുള്ളതും കൂടി ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 800 വാട്ട്സിൻ്റെയാണ് ഈ മോട്ടർ. 2 മീറ്റർ ലെങ്ത്തിലുള്ള കോഡ് കാണുന്നുണ്ട്. അതിൽ 2 പിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 പിന്ന് പറയുന്നിരിക്കുന്നത് ഇത് ഡബിൾ ഇൻസുലേറ്റഡ് ആണ്. അപ്പം ശരിക്കും 2 പിൻ മതി എന്നതാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ അക്സസറീസ് വന്നിട്ടുണ്ട്. അക്സസറീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഫ്ലെക്സിബിൾ ഓസ് ഉണ്ട്. പിന്നെ എക്സ്റ്റൻഡ് ഇതിൻ്റെ ഒരു നോസിൽ, ഈ ബൗളറിൻ്റെ ഫോഴ്സ് ഒരു പോയിന്റിലേക്ക് അടിക്കാനുള്ളൊരു നോസിൽ തന്നിട്ടുണ്ട്. കൂടെ തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്പുള്ള സക്ഷൻ നോസിലും ഇതിൻ്റെ കൂടെയുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൂടെയുള്ളത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാറ്റലോഗും ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു സെറ്റ് കാർബൺ ബ്രഷ്. അപ്പോൾ ഇതിൽ കാർബൺ തീരുമ്പോൾ അത് നമുക്ക് തന്നെ മാറ്റിയിടാൻ പറ്റും. അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറ്റുന്ന പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് ഒന്ന് പോകാം നമുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡസ്റ്റ് ബാഗും കൂടി ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്മൾ സപ്ലൈയിൽ കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബാക്കി സ്വിച്ചുകളൊക്കെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു സ്പീഡ്, മോട്ടറിൻ്റെ സ്പീഡ് റെഗുലേറ്റർ സ്വിച്ച് കാണാം നമുക്ക്. ഇപ്പോൾ അത് മിനിമത്തിലാണുള്ളത്. മിനിമം എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ 2, 3, 4, 5, 6 മാക്സിമം, അങ്ങനെ അത്രയും റെഗുലേറ്റർ സ്വിച്ചുകൾ ഇതിലുണ്ട്. പിന്നെയുള്ള ഇതിൻ്റെ ഒരു സ്വിച്ച്, ഇതിൻ്റെ ഒരു ട്രിഗർ സ്വിച്ചാണ്. അത് നമ്മൾ ഈ ഹാൻഡിലിൻ്റെ മുകളിൽ തന്നെ കാണാം, ട്രിഗർ സ്വിച്ച്. ഈ സ്വിച്ചാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ സുഖമാണ്, നമുക്ക് എടുത്തുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. ഈ ഒരു ട്രിഗർ സ്വിച്ച് ലോക്ക് ചെയ്യുന്ന വേറൊരു ബട്ടണുണ്ട്. ആ ബട്ടൺ, ഇത് കണ്ടിന്യൂസ് വർക്കിംഗ് വേണമെങ്കിൽ ഈ ട്രിഗർ സ്വിച്ച് അമർത്തി പിടിച്ചുകൊണ്ട് ഈ ബാക്കിലൊരു ലിവർ ഉണ്ട്, അത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും സ്വിച്ച്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് വർക്കിങ്ങിന് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ ഒരു ആക്ഷൻ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇപ്പം ഈ സക്ഷൻ്റെ സ്വിച്ച് 2-ലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊരു പൊടി വിതറിയിട്ടുണ്ട്. അപ്പോൾ ഈ 2-ൽ നമുക്കൊന്ന് എങ്ങനെയാണ് അത് ബൗൾ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വിതറിയിട്ട് ആ കുറച്ച് പൊടികളാണ്. അപ്പോൾ ഈ മിനിമത്തിൽ തന്നെ ആ പൊടികളൊന്നും ഇവിടെ കാണാനില്ല. എല്ലാം നല്ല ഇതിൽ ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ഹെവി ഡസ്റ്റൊക്കെയാണ് ബ്ലോ ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ സ്വിച്ചിൻ്റെ ആ ഒരു റെഗുലേറ്റർ സ്വിച്ച് കൂട്ടാം, മാക്സിമം വരെ പോവാം. ഞാനത് ഡസ്റ്റൊന്നുമില്ല, ഞാൻ അതിൻ്റെ സ്പീഡ് സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ സ്പീഡൊന്ന് മാറ്റി മാറ്റി കാണിക്കാം. ഇപ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലാണ് നമ്മളെ ബ്ലോവർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചാൽ ആ ഒരു ഡസ്റ്റ് പോവുമോ നോക്കാം നമുക്ക്. ഒരു തരി പൊടി പോലും ഇപ്പോൾ അവിടെ കാണാനില്ലേ, അത്ര ക്ലീനായിട്ട് പോകുന്നുണ്ട് നമുക്ക്. ഇനി നമുക്കിതിൻ്റെ സക്ഷൻ്റെ സൈഡിലേക്കൊന്ന് നോക്കാം. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ സക്ഷൻ്റെ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ബ്ലോവറിൻ്റെ ഈ കീ തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നോസിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ അഡീഷണൽ തന്നിരിക്കുന്ന സക്ക് ചെയ്യുന്ന ആ ഒരു നോസിൽ എടുത്ത് ഉപയോഗിക്കാം.
ഏതാണ് ഞാനൊരു ഇത് മാറ്റിയിട്ട് ഈ നോസിലൊന്ന് മാറ്റിയിട്ട് വേറെ ഒരു നോസിൽ ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഈ നോസിൽ ഇനി നമുക്ക് അഴിച്ചൊഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെക്സിബിൾ ഹോസും ഒരു പുതിയൊരു സക്ക് ചെയ്യുന്ന ആ ഒരു ടൂൾ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ അത് സക്ക് ചെയ്തെടുക്കുന്നത് കാണാം. ഈ ഒരു അക്സസറീസ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. സക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഇതിൽ ഡസ്റ്റ് ബാഗ് കണക്ട് ചെയ്യണം. അത് മറന്നു പോകരുത്. ഡസ്റ്റ് ബാഗ് കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സക്ഷന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാണ്. ഇനി ഞാനത് ഓൺ ചെയ്തിട്ട് ഒന്ന് ഈ ഡസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ മിനിമം സ്പീഡിലാണുള്ളത്. നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇവിടെ ഞാൻ കുറേ ഡസ്റ്റ് കുറേ പൊടികളൊക്കെ അവിടെ ചെതറിയുണ്ടായിരുന്നു. എല്ലാം വളരെ ക്ലീനായിട്ട് തന്നെ അതൊക്കെ സക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് അതൊക്കെ തന്നെ നമ്മൾ ബാഗിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു ബ്ലോവർ കൊണ്ട് നമുക്ക് വീട്ടിലെയോ അല്ലെങ്കിൽ ഓഫീസുകളിലെയോ ഒക്കെ ആ ഒരു കമ്പ്യൂട്ടർ, കീബോർഡ് ഇത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബ്ലോവർ ഉപയോഗിച്ച് പൊടികളൊക്കെ പറത്തി കളയാം. ഇനി അതല്ലാതെ കാറിലെ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ സോഫ സെറ്റിലൊക്കെ ഉള്ള ഡസ്റ്റൊക്കെ സക്ക് ചെയ്തെടുക്കാനും ഇത് വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. കുറച്ച് ഹെവിയാണ്. 800 വാട്ട്സ് ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ഒരു യൂണിറ്റ് കറണ്ട് എടുക്കും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ഈ ഒരു സാധനം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളത് ഓൺ ഓഫ് ആ ഒരു ലെവലിലായിരിക്കും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത്രയൊരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3599 രൂപയാണ്. ശരിക്കും അതൊരു റീസണബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു സാധനമാണിത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണും വരെ ബായ്.